അങ്ങനെ മോർണിംഗ് 5:30 ആയി. ഗുഡ് മോർണിംഗ്. നമ്മളിതാ റെഡിയായി, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്താ നേഹ, ഗുഡ് മോർണിംഗ്. പിന്നെന്താ ഗുഡ് മോർണിംഗ്. പിന്നെ പുതിയ ആളുണ്ടല്ലോ, ഇന്നലെ നമ്മളെ വീഡിയോയ്ക്ക് മുട്ടായി തന്ന് നശിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വന്ന് കമൻട്രി അടിച്ച് നശിപ്പിച്ചു. ആൾ ഭയങ്കര ഒരുക്കാ. കാരണം ഇന്നാണല്ലോ ആളുടെ ഇൻട്രോ. ആളുതാ തുണിക്ക് മുഖത്ത് പോത്തി പിടിച്ച് നിൽക്കുന്നുണ്ട്. സ്വന്തം ടീച്ചർ ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിത് റെഡിയായി ഇറങ്ങാൻ പോവാം അമ്പലത്തിൽ പോയിട്ട്. ഞങ്ങളിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താൻ പോകണം. ഫസ്റ്റ് പഴവങ്ങാടി അല്ലേ? ആദ്യം പഴവങ്ങാടി, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം. എത്തി, പഴവങ്ങാടി എത്തി. ആ കാണുന്നല്ലേ പഴവങ്ങാടി, ആ ലൈറ്റ് കാണുന്നത് അല്ലേ? പഴവങ്ങാടി ഗണപതി. അങ്ങനെ ഞങ്ങൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെത്തി. ഉള്ളിലൊന്ന് കയറി തൊഴുതു. പിന്നെ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് സമയം നോക്കിയിട്ടാണ് നമ്മൾ നിന്നത്. അപ്പോൾ ലേറ്റ് ആവണ്ടെന്ന് ഓർത്തിട്ട് പഴവങ്ങാടിയിൽ നിന്നും വേഗം തന്നെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോയി. ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ ഒരു സമയമല്ലേ? കുഞ്ഞുട്ടൻ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്. വേഗം കിടന്ന് ഉറങ്ങുകയും ചെയ്തു, ലൈറ്റായിട്ട് എണീക്കുകയും ചെയ്തു. ഞാൻ വന്ന് നോക്കി, ഇവൊക്കെ നീ ഉറക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള എൻട്രി, ആ ഒരു കവാടമുണ്ടല്ലോ, അപ്പോൾ ആ കവാടത്തിലൂടെ കയറി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ലോങ് ആയിട്ട് തന്നെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നപ്പോണ്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ വഴി എൻട്രി ഇല്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യമൊക്കെ അത് കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇപ്പോൾ അത് കൂടെ എൻട്രി ഇല്ല. പിന്നെ നമ്മൾ വണ്ടി വേറൊരു സൈഡിൽ കൂടെ പോയി പാർക്ക് ചെയ്ത് വെച്ച് നമ്മൾ അതേ വ്യൂ നടന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പത്മനാഭൻ്റെ എന്താ പറയുക, നമ്മൾ നടന്ന് ലോങ്ങിലേക്ക് പോയി, എന്നിട്ട് നടന്ന് ആ ഒരു ലോങ് സൈറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് കേട്ടോ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സമയത്ത് അവരിത് കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഞങ്ങൾ ഈ സമയത്ത് ജനങ്ങളൊന്നും അധികം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. കുറച്ച് റീലൊക്കെ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിന് മുമ്പ് ചെയ്യണം. പക്ഷേ അവിടെ ചെന്നപ്പം നോക്കിക്കിയ ക്രൗഡ് എത്രത്തോളം ഉണ്ട്, നല്ല ജനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും ത്രിമൂർത്തി ക്ഷേത്രത്തിലൊക്കെ ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ക്ലിപ്സ് എടുത്തു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പ്. റീലെടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് തലേന്ന് രാത്രി സ്റ്റെപ്സൊക്കെ പഠിച്ചിട്ടൊക്കെ വന്നതാണ്. പക്ഷേ റീല് ഇത്രയും തിരക്കിനിടയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം ഉള്ള സമയത്ത് കുറച്ച് ക്ലിപ്സുകൾ നമ്മളെടുത്തു. ആ ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ നിങ്ങളിതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോസെല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ആൾ എന്താ പറയുക, അവർക്കൊരു ഫോട്ടോസ് എടുത്തു കൊടുക്കുമോ, അവരെ കുറേ സ്വാമിമാരാണ് അവർ, അപ്പം ഫോട്ടോസ് എടുത്തു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരത് ഞാനാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്, അതിപ്പോൾ കാണാം. പക്ഷേ ആ ഫോട്ടോ എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാനത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്വാമിമാരാ, ഭയങ്കര തിരക്കാ. ഇവരൊക്കെ ഓടി കയറി അല്ലേ? ഇവരോടി, പക്ഷെ ഞങ്ങൾ ഓടിച്ചില്ല. ഓടി എത്തിയില്ല, അത് വേറെ കഥ. ഞങ്ങൾക്ക് പിന്നെ വേഗം എത്താൻ പറ്റി, ഭയങ്കരമായിട്ട് നടന്നില്ല, ഭയങ്കര തിരക്കാ. പിന്നെ ഇന്ന് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച പോലെ ഒന്നും പ്ലാനിങ് നടന്നില്ല. പക്ഷെ നമ്മൾ ത്രിമൂർത്തി ക്ഷേത്രത്തിലൊക്കെ പോയി അല്ലേ, സെറ്റായി. മുല്ലപ്പൂ കിട്ടി, വില്ലുമംഗലം സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ണിയപ്പം കിട്ടി, അങ്ങനെ അടിപൊളി എന്താണേലും. പക്ഷേ എല്ലാവരും വരികയാണെങ്കിൽ അത് പറയണം അല്ലേ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയുടെ ഓപ്പോസിറ്റ് വരുന്ന നടയിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് കാണാം, ത്രിമൂർത്തി ക്ഷേത്രം എന്നുള്ള. അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു വേറൊരു അറ്റ്മോസ്ഫിയറാണ്. കുറേ കാലപ്പഴക്കം ചെന്ന ഒരു അമ്പലം. പിന്നെ ബ്രഹ്മാവിന് അധികം പ്രതിഷ്ഠകളൊന്നും അമ്പലങ്ങളിലില്ലല്ലോ, അപ്പോൾ അതുണ്ട്. പിന്നെ വില്ലുമംഗലം സ്വാമിയുടെ അമ്പലം തൊട്ടപ്പുറത്തുണ്ട്. നല്ലൊരു ഏരിയ കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം. ഓക്കെ, അവിടുത്തെ വീഡിയോ എടുത്തില്ല, കാരണം വേറെ ഒന്നുമല്ല, ഫോൺ നമ്മളിവിടെ കൊടുത്തിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി. അതിന്ന് വഴി തന്നെ നമ്മൾ അപ്പുറത്തോട്ട് പോവുക ചെയ്തത്, അതുകൊണ്ട് ഫോൺ കിട്ടിയില്ല. പറ്റിച്ച് നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞങ്ങൾ അമ്പല ദർശനം കഴിഞ്ഞിനി റൂമിൽ. എങ്ങനെയാണ് ഫുഡാണോ ഇനി എന്താ പ്ലാനിങ്? ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. എന്താ
എത്ര മണിക്ക് ഇറങ്ങിയത്? 4:30 5:30 ഈ മഹാനാണ് ഇന്നത്തെ രാവിലത്തെ മഹാൻ. ഇപ്പൊ എറണാകുളം റൂട്ട് കയറി പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് കലോത്സവം കൂടാൻ വന്ന ഞങ്ങള് കലോത്സവം കൂടാതെ എറണാകുളത്തേക്ക് പോവാ. ഇതാണ് അവസ്ഥ. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാ. ഏതോ ഒരു യൂട്ടേൺ എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ ലുലുമാളായിട്ടോ പോയി. ഇനിയിപ്പൊ തിരിച്ച് എടാ നേരെ നോക്കി ഓടിക്കണോ? ലുലുമാള്. എവിടെ ലുലുമാള്? എന്നാലും ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാ ഗൈസ്. കലോത്സവം കഴിഞ്ഞു. എറണാകുളത്തെ ലുലുമാൾ അതാണ് ഉദ്ദേശിച്ചത്. നീ ഇപ്പൊ എവിടെ നിന്നാ തിരികെ? നീ എവിടെ? അവിടെ വരുന്ന വീഡിയോ വെക്കാം. എവിടെ നോക്കട്ടെ. എത്താനായി. ഞാൻ ഹോട്ടലിൽ അറിഞ്ഞു പോയാലോ. നിങ്ങൾ ഹോട്ടലിൽ വന്നില്ലല്ലോ. ഹോട്ടൽ ആര്യാസ്. ഞാൻ ഇവിടെ എടുത്തു. ആര്യാസിലേക്കാണ് വന്നേ. പക്ഷെ ഇതെന്താ ആര്യ? ഇതാ ഇതെവിടേക്കാണ് വന്നേ? സംഭവം ഇല്ല കേട്ടോ. ഇവിടേക്കാണോ വന്നിട്ട് പോണേ? ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ബ്രേക്ക്ഫാസ്റ്റ് ആര്യാസിലാണ് കയറിയത്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ സുഖം കിട്ടുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എത്തി. എന്തൊക്കെയത്? നെയ്റോസ്റ്റോ കുത്തബ്മിനാർ പോലെയൊക്കെ ഇരിപ്പുണ്ട്. എന്താ നെയ്റോസ്റ്റ്, ഇഡ്ഡലി, പിന്നെ ഇവിടെ സാൻഡ്വിച്ച്, എന്താ മുരിഞ്ഞ വടയും, പിന്നെ മസാല ദോശ. ഞാനൊരു കോഫി മാത്രം, വേറെ ഒന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെ വെളിച്ചില്ലാത്തതുകൊണ്ട് സുഖം കിട്ടുന്നില്ല അല്ലേ? ഇതൊക്കെ അടിച്ചങ്ങ് താത്ത് അല്ലേ? ശരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയുണ്ട് കേട്ടോ. ഹലോ, നമ്മൾ പോവാണ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? നേരത്തെ തുടങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ പ്രോപ്പർട്ടി ഇതുവരെയും എത്തിയിട്ടില്ല, ഈ ഡാൻസിൻ്റെ ആക്സസറീസ്. അപ്പോൾ നമ്മളിപ്പം ഒരു സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഇപ്പോഴാണല്ലോ അത് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയേ. അങ്ങനെ അപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ പ്രാക്ടീസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറച്ച് കാണിക്കാം. ഓക്കെ. സാൻഡ്രംസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അമ്മ ഇതെന്തത്? ഓ ഗോഡ്. അല്ല, നേഹ വന്നിട്ടില്ല കേട്ടോ. നേഹ എന്തോ വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വയ്യാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ പോയി റൂമിൽ ഹാളിൽ സെറ്റ് ആവും, ഞാൻ വരാന്നാ പറഞ്ഞത്. പിന്നെ കുട്ടികളുടെ വരട്ടെന്ന് വിചാരിച്ചു. ശരി, കാണാം. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇതാ പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയയിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ പ്രാക്ടീസ് ഫ്ലോർ. ഇത് ആരാണ് നമുക്ക് തന്നെ? ചേച്ചീൻ്റെ പേരെന്താ? രാജേശ്വരി എന്ന് പറയുന്ന ചേച്ചിയാണ് നമുക്ക് ഈ ഒരു സ്റ്റുഡിയോ തന്നിട്ടുള്ളത്. സ്റ്റുഡിയോൻ്റെ പേര് സ്റ്റുഡിയോ 8 അല്ലേ? ലുപ്പറ്റ് ഇൻ ഡാൻസ്, അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അവരാണ് തന്നത്. ഈ സ്ഥലപ്പേര് എനിക്ക് കറക്റ്റ് സ്ഥലപ്പേര് അറിയോ? ഗവൺമെൻറ് ഹോസ്പിറ്റൽ. എന്താ അടുത്തൊക്കെ ആയിട്ട് വരും. നമ്മളൊരു വരുന്ന വഴിക്ക് വഞ്ചൂർ കോടതിയൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ അവരാണ് നമുക്ക് ഈ ഒരു ഹാള് തന്നത്. മിററൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെയാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ എത്തും. ഇവിടെ നമ്മൾ സംസ്ഥാന തലത്തിലേക്ക് നാളെ കയറാനുള്ളതിൻ്റെ പ്രാക്ടീസ് തുടങ്ങും. ഓക്കെ, ശരി. ഇവരടുത്തുള്ള കളിക്കുന്ന കണ്ണാടി ഓക്കെ.
ഞാൻ പിന്നെ ഇത് വെച്ചോണ്ടിരിക്കുന്നതിന്. ശരി പറയട്ടെ. അതിലാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാ. ആസാദ് വഴുതക്കാട്. ഓക്കെ. പിന്നെന്താ, കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സമയം എത്ര മണിയായി? 2:47. ഞങ്ങൾ ചെറിയൊരു ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്ത് വെജാണ്. ഞങ്ങൾ വെജിറ്റേറിയൻ ആണ്. ഇന്ന് നാളെ അല്ലേ? നാളെ വൈകിട്ടോടുകൂടി ഐറ്റം കഴിയുന്നതോടുകൂടി ഞങ്ങൾ വെജിറ്റേറിയൻ മാറും. അപ്പോൾ നാളെ പിന്നതാ ഇപ്പോൾ കഴിക്കാൻ വന്നു. എല്ലാവരും ഇപ്പുണ്ട്. കഴിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് പ്രാക്ടീസ്. എല്ലാവരും എത്തി. ശരി, കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവരൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ഉറക്കൊന്നും ഇരിക്കുക മാത്രമല്ല ആക്റ്റീവായിട്ട്. അതെ, ഞങ്ങൾക്കാണെങ്കിൽ ഫുള്ള് തലവേദനയാണ്. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ തലവേദന. ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തുടങ്ങിയ തലവേദന. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഏകദേശം 3:30-3:45 പ്രാക്ടീസ് സ്പോട്ടിലേക്ക് തന്നെ എത്തി. എന്നിട്ട് 2 ടീമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ മണ്ണൂത്തി, അവിടുത്തെ ഹൈസ്കൂൾ സെക്ഷനും പിന്നെ ആലപ്പുഴ ചേർത്തല ഗേൾസ് സ്കൂളിലെ ഹൈസ്കൂൾ സെക്ഷനുമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമ്മൾ മാറി മാറി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. 3-4 വട്ടം ചെയ്യിപ്പിച്ചു. പിന്നെ കറക്ഷൻ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആയപ്പോൾ തന്നെ രാത്രിയായി. പിന്നെ പ്രത്യേകിച്ച് വേറെ ക്ലിപ്സ് ഒന്നും എടുക്കാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നല്ല ടയർഡായിരുന്നു. അപ്പോൾ വേഗം അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 8:30-9 മണിയോടുകൂടി നമ്മൾ തിരിച്ചെത്തി. പിന്നെ എല്ലാം പാക്ക്, അത് പിറ്റേ ദിവസത്തേക്കുള്ള മേക്കപ്പിനുള്ള കാര്യങ്ങളും ഡ്രസ്സിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ പാക്കപ്പ് ചെയ്തു. നമ്മൾ കിടന്നുറങ്ങി. ഇതൊക്കെയായിരുന്നു കലോത്സവ തലേന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ.